നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ എത്തിയിരിക്കുകയാണ്. വൻ സുരക്ഷയാണ് 2 ദിവസമായിട്ട് തലസ്ഥാന നഗരിയിലടക്കം ഒരുക്കിയിരിക്കുന്നത്. പലയിടത്തും ഗതാഗത നിയന്ത്രണമുണ്ട്. രാഷ്ട്രപതി പോകുന്ന വഴികളിലെല്ലാം തന്നെ വൻ സുരക്ഷയും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത, ഇന്ന് രാവിലെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ എത്തിയത്. പക്ഷെ അവിടെ തുടക്കത്തിൽ തന്നെ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പ്രമാണത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു വന്നിറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയറുകളാണ് കോൺക്രീറ്റിൽ താഴ്ന്നത്. ഇത് കേന്ദ്ര ഏജൻസികൾക്കും നാണക്കേടാവുകയാണ്. മതിയായ സുരക്ഷാ പരിശോധനകൾ നടന്നില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഹെലികോപ്റ്റർ താഴ്ന്നതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്ന് തള്ളിയാണ് ഇത് മുന്നോട്ട് നീക്കുന്നത്. ഇത് തള്ളി മുന്നോട്ട് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ യാത്രയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാണ്, സുരക്ഷിതമായി തന്നെയായിരുന്നു ഇറങ്ങിയത്. എന്നാൽ ഇറങ്ങിയ ശേഷമാണ് ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നിരിക്കുന്നത്. ഹെലികോപ്റ്റർ ലാൻഡിങ്ങിനിടെ പ്രതിസന്ധി ഉണ്ടായിരുന്നുവെങ്കിൽ വലിയ വിവാദങ്ങൾക്ക് അത് കാരണമായേനെ. രാഷ്ട്രപതിയെയും കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എത്തുന്ന ഹെലികോപ്റ്റർ ആദ്യം നിലയ്ക്കൽ ഇറക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തീരുമാനം പെട്ടെന്ന് മാറ്റുകയായിരുന്നു. തുടർന്ന് പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഇറക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നമുക്കറിയാം, മഴ പല ജില്ലകളിലും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു യാത്രയിൽ ചില മാറ്റങ്ങൾ വരുത്തിയത്. പക്ഷേ ഇപ്പോൾ ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ഇത്തരത്തിൽ അതിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നിരിക്കുന്നത്. രാവിലെയോടെയായിരുന്നു പ്രമാണത്ത് ഹെലികോപ്റ്റർ വന്നിറങ്ങാനുള്ള ഹെലിപ്പാഡ് നിർമ്മാണം പൂർത്തിയായത്. അതുകൊണ്ട് കോൺക്രീറ്റ് പ്രതലം ഉറച്ചിരുന്നില്ല. മഴയും കാലാവസ്ഥയും കാരണം കോൺക്രീറ്റ് പ്രതലം ഉണങ്ങി വരാൻ മണിക്കൂറുകളുടെ ആവശ്യമുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കാതെയാണ് ഈ ഹെലിപാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയത്. ഇനി ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് രാഷ്ട്രപതിക്ക് മടങ്ങാൻ കഴിയില്ല. ശബരിമല ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ സ്വീകരണവും ഒരുക്കിയിരുന്നു. രാവിലെ 8:40 പ്രത്യേക ഹെലികോപ്റ്ററിലെത്തിയ രാഷ്ട്രപതിയെ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചത്. ആന്റണി MP, KU ജനീഷ് കുമാർ MLA, പ്രമോദ് നാരായണൻ MLA, ജില്ലാ കലക്ടർ S പ്രേംകൃഷ്ണൻ, ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് എന്നിവരും സ്വീകരിക്കാനുണ്ടായിരുന്നു. ഈ സ്വീകരണത്തിന് പിന്നാലെയാണ് ഹെലിപാഡിൽ ഹെലികോപ്റ്റർ താണത്. ഈ സമയം അവിടെ ചാനൽ ക്യാമറകളും ഉണ്ടായിരുന്നു. ഹെലികോപ്റ്റർ തള്ളി നീക്കുന്ന ദൃശ്യം അങ്ങനെ പുറം ലോകത്തും എത്തി. 9:05 പ്രമാണത്തിറങ്ങി റോഡ് മാർഗം രാഷ്ട്രപതി പമ്പയിലേക്ക് തിരിച്ചു. 11:50 സന്നിധാനത്തെത്തും. ഗുർഗ വാഹന വ്യൂഹത്തിലാണ് രാഷ്ട്രപതി പുറപ്പെടുക. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ കെട്ടുനിറയ്ക്കും. ക്ഷേത്ര മേൽശാന്തിമാരായ വിഷ്ണു നമ്പൂതിരി, ശങ്കരൻ നമ്പൂതിരി എന്നിവരാണ് കെട്ടുനിറച്ചു നൽകുന്നത്. എത്ര പേരാണ് രാഷ്ട്രപതിയുടെ കൂടെ ഉണ്ടാവുക എന്ന് സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടില്ല. 50 പേർക്ക് കെട്ടുനിറയ്ക്കാനുള്ള സൗകര്യം പമ്പയിൽ ഒരുക്കുന്നുണ്ട്. ശബരിമല ദർശനം കഴിഞ്ഞ ശേഷം രാഷ്ട്രപതി സന്നിധാനത്ത് പ്രധാന ഓഫീസ് കോംപ്ലക്സിൽ പ്രത്യേകം സജ്ജമാക്കിയ മുറിയിലാണ് 2 മണിക്കൂർ തങ്ങുന്നത്. ഈ കെട്ടിടം 2 ദിവസമായി സുരക്ഷാ ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ്. രാഷ്ട്രപതിക്കുള്ള ഉച്ചഭക്ഷണം ഈ കെട്ടിടത്തിൽ ഈയിടെ നവീകരിച്ച അടുക്കളയിൽ തയ്യാറാക്കും. ഇതിനായി രാഷ്ട്രപതി ഭവൻ ജീവനക്കാർ എത്തിയിട്ടുണ്ട്. 3:10 സന്നിധാനത്ത് നിന്ന് മടങ്ങുന്ന രാഷ്ട്രപതി 4:20 നിലയ്ക്കലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഹെലികോപ്റ്ററിൽ തിരിക്കും. അതായത് പ്രമാണം ഒഴിവാക്കിയാകും യാത്ര എന്നാണ് റിപ്പോർട്ടുകൾ. കോൺക്രീറ്റിൽ പുതഞ്ഞ ഹെലികോപ്റ്ററിന് പകരം മറ്റൊരു ഹെലികോപ്റ്റർ വായുസേന നിലയ്ക്കലിൽ എത്തിക്കും. ഇവിടെ കർശന സുരക്ഷാ ക്രമീകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. ഹെലിപാഡിന്റെ കരുത്തും പരിശോധിക്കും. VV ഗിരിക്ക് ശേഷം ശബരിമല സന്ദർശിക്കുന്ന രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. VV ഗിരിയുടെ സന്ദർശനത്തിന് ശേഷം 5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴാണ് മറ്റൊരു രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുന്നത്. ഗിരി എത്തുമ്പോൾ എല്ലാ അർത്ഥത്തിലും കൊടും കാടായിരുന്നു ശബരിമല. ഇന്ന് വലിയ വലിയ മാറ്റങ്ങളാണ് ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത്. സംവിധാനങ്ങളും വിപുലമായിട്ടുണ്ട്. ജീപ്പ് അടക്കം സംവിധാനമുണ്ട്. മുർമുവിന്റെ മലക്കയറ്റവും ജീപ്പിലാണ്. സംസ്ഥാന പോലീസിനൊപ്പം സുരക്ഷയ്ക്കായി കേന്ദ്രസേനയും ശബരിമലയിലുണ്ട്. ഉൾവനങ്ങളിലും പാതകളിലും വനം വകുപ്പും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. VV ഗിരിക്ക് ശേഷം സന്നിധാനത്തെത്തുന്ന രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. 1973 ഏപ്രിൽ 10 അന്നത്തെ രാഷ്ട്രപതി VV ഗിരി ആദ്യമായി ശബരിമല സന്ദർശിച്ചത്.
രാവിലെ 11-ന് സന്നിധാനത്തേക്ക് എത്തിയ വി ഗിരിയെ 1001 കഠിന മുഴക്കിയാണ് അന്ന് ശബരിമല വരവേറ്റത്. ഉച്ചകഴിഞ്ഞ് 2:15 വരെ അദ്ദേഹം സന്നിധാനത്ത് ചിലവഴിച്ചു. രാഷ്ട്രപതിയുടെ മകനും അന്ന് കോൺഗ്രസ് എംപിയുമായിരുന്ന ശങ്കർ ഗിരി, മറ്റു മക്കളായ ഭാസ്കർ ഗിരി, മല്ലിക് ഗിരി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് ഓഫീസിന് മുകളിൽ ദേശീയ പതാകയും ഉയർത്തിയിരുന്നു. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ചൂരൽ കസേരയിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. ഇതോടെയാണ് ശബരിമലയിൽ സമ്പ്രദായം ആരംഭിച്ചത്. രാഷ്ട്രപതിയുടെ മക്കൾ കാൽനടയായാണ് മല കയറിയത്. നിലവിൽ വാഹനത്തിൽ മല കയറാൻ അനുമതിയില്ലെങ്കിലും സുരക്ഷയടക്കം കണക്കിലെടുത്താണ് ദ്രൗപദി മുർമുവിനായി വാഹന സൗകര്യം ഒരുക്കുന്നത്. ഇതോടെ വാഹനത്തിൽ മല കയറുന്ന ആദ്യ തീർത്ഥാടകയായും ദ്രൗപദി മുർമു മാറും. സന്നിധാനത്തേക്ക് സാധനങ്ങൾ ട്രാക്ടറിൽ എത്തിക്കുന്നുണ്ടെങ്കിലും ഭക്തർ കാൽനടയായിട്ടാണ് മലക്കയറ്റം. രോഗികളടക്കമുള്ളവരെ ഡോളിയിലാണ് സന്നിധാനത്തേക്ക് എത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി മാസങ്ങൾക്കുള്ളിൽ ശബരിമല ദർശനത്തിന് എത്താനുള്ള സാധ്യതയും ഈയൊരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കാലം കഴിഞ്ഞുള്ള മാസപൂജ സമയത്ത് നരേന്ദ്രമോദി എത്താനാണ് സാധ്യത. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിലെത്തിയത് ഇന്നലെയാണ്. വൈകിട്ട് 6:20ഓടെയാണ് രാഷ്ട്രപതി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. ശബരിമല ദർശനത്തിന് ശേഷം രാത്രി തിരുവനന്തപുരത്ത് തിരിച്ചെത്തും. ഹോട്ടൽ ഹയാത്ത് റീജൻസിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നൽകുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും. 23-ന് 10:30 രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യും. 12:50 ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പാല സെന്റ് തോമസ് കോളേജിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിലും പങ്കെടുക്കും. അന്ന് കുമരകത്താണ് താമസം. 24-ന് എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഡൽഹിക്ക് മടങ്ങും. ഒരു രാഷ്ട്രപതിയെ കൂടി വരവേൽക്കാനും കുമരകം ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു 23-ന് വൈകിട്ടാണ് എത്തുന്നത്. പ്രതിഭ പാട്ടീലാണ് കുമരകത്തെത്തിയ ആദ്യ രാഷ്ട്രപതി. 2010 ഓഗസ്റ്റ് 11-നാണ് പ്രതിഭ പാട്ടീൽ കുടുംബസമേതം എത്തിയത്. രാജ്യത്തിന് 2 വനിതാ രാഷ്ട്രപതിമാരും എത്തിയ ഇടമെന്നത് കുമരകത്തിന്റെ പെരുമയേറ്റും. G20 ഉദ്യോഗസ്ഥ തല സമ്മേളനം നടന്നപ്പോൾ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളും കുമരകത്തെത്തിയിരുന്നു. 23-24 തീയതികളിൽ ജില്ലയിൽ സ്കൂൾ പ്രവർത്തന സമയങ്ങളിൽ മാറ്റമുണ്ടാകുമെന്നും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. 23-ന് ജില്ലയിലെ എല്ലാ സ്കൂളുകളും 3-ന് മുൻപായി പ്രവർത്തനം അവസാനിപ്പിക്കണം. 24-ന് കോട്ടയം താലൂക്കിലെ എല്ലാ സ്കൂളുകളും 8:30-ന് മുൻപായി പ്രവർത്തനം ആരംഭിക്കണം. കനത്ത സുരക്ഷയിലാണ് പാലായും കോട്ടയവും കുമരകവും. രാഷ്ട്രപതി കടന്നുപോകുന്ന റോഡിന് ഇരുവശവും ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്ന ജോലികൾ അവസാന ഘട്ടത്തിലാണ്. കോട്ടയത്ത് നിന്ന് കുമരകത്തേക്ക് രാഷ്ട്രപതി സഞ്ചരിക്കേണ്ട വാഹന വ്യൂഹത്തിന്റെ ട്രയൽ റണ്ണും നടത്തി. രാഷ്ട്രപതി സഞ്ചരിക്കുന്ന ഹെലികോപ്റ്റർ കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ട്, പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ ഇറക്കിയും ട്രയൽ നടത്തി. പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ 23-ന് വൈകിട്ട് 5:10-ന് ഹെലികോപ്റ്ററിൽ കോട്ടയത്തേക്ക് മടങ്ങുന്ന രാഷ്ട്രപതി കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ഇറങ്ങും. അവിടെ നിന്ന് ലോഗോസ് ജംഗ്ഷൻ, ശാസ്ത്രി റോഡ്, കുര്യൻ ഇതുപ്പ് റോഡ്, സീസേഴ്സ് ജംഗ്ഷൻ, ബേക്കർ ജംഗ്ഷൻ വഴി കോട്ടയം കുമരകം റോഡിലെത്തും. ഈ വഴി നേരെ കുമരകം താജ് ഹോട്ടലിലെത്തും. 24 ഇതേ വഴി തന്നെ കുമരകത്ത് നിന്ന് തിരികെ പോലീസ് പരേഡ് ഗ്രൗണ്ടിലെത്തും. 11-ന് പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ കൊച്ചിക്ക് പോകും. വ്യോമസുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ 23-ന് ഉച്ചയ്ക്ക് 12 വരെ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും മൈക്രോ ലൈറ്റ് എയർക്രാഫ്റ്റുകളും UAVകളും പറത്തുന്നത് കലക്ടർ നിരോധിച്ചു. കോട്ടയം പോലീസ് ഗ്രൗണ്ട്, പാലാ സെന്റ് തോമസ് കോളേജ്, പാലാ മുനിസിപ്പൽ സ്റ്റേഡിയം, കോട്ടയം CMS കോളേജ് ഗ്രൗണ്ട്, കോട്ടയം നെഹ്റു സ്റ്റേഡിയം, കുമരകം താജ് ഹോട്ടൽ എന്നിവിടെയും കോട്ടയം ജില്ലയിലെ മറ്റ് ഹെലിപാഡുകളുടെയും സമീപ സ്ഥലങ്ങളുടെയും വ്യോമ മേഖലയിലാണ് നിരോധനം. പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയിയുടെ വരവാണ് കുമരകത്തിന്റെ തലവര മാറ്റിയത്. ആ സന്ദർശനത്തിന്റെ 25-ാം വാർഷികം എത്തുമ്പോഴാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തുന്നത്. 2000 ഡിസംബർ 26-ന് കുമരകത്തെത്തിയ വാജ്പേയി 2001 ജനുവരി 1-നാണ് മടങ്ങിയത്. അക്കാലം കുമരകം ഇന്ത്യയുടെ തലസ്ഥാനം പോലെ പ്രവർത്തിച്ചു. വൻ സുരക്ഷാ വലയത്തിലായിരുന്നു അന്ന് കുമരകം. ശ്രീലങ്കൻ പ്രസിഡന്റ് ചന്ദ്രിക കുമാരതുംഗ, ചാൾസ് രാജകുമാരൻ തുടങ്ങിയ VVIPകളും കുമരകത്ത് എത്തിയിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു താജ് ഹോട്ടലിലെ കായലോരത്തെ 24-ാം നമ്പർ മുറിയിലായിരിക്കും താമസിക്കും. പ്രധാനമന്ത്രി വാജ്പേയിയും രാഷ്ട്രപതി പ്രതിഭ പാട്ടീലും താമസിച്ചിരുന്നത് കായലോരത്തെ 18-ാം നമ്പർ മുറിയിലായിരുന്നു. രാഷ്ട്രപതിക്ക് താജ് ഹോട്ടലിൽ കേരള ഭക്ഷണമാണ് വിളമ്പുക. സവാളയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർക്കാത്ത കറികളാണ് തയ്യാറാക്കേണ്ടതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പാചകത്തിനായി പുതിയ പാത്രങ്ങളും എത്തിച്ചിട്ടുണ്ട്. വൻ സുരക്ഷയാണ് ഈ മേഖലയിലും ഒരുക്കിയിരിക്കുന്നത്.